അതൃപ്തി അദ്ദേഹം പറഞ്ഞില്ല. നിങ്ങൾക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. അദ്ദേഹം സൗഹൃദമായി വന്ന് എന്നോട് സംസാരിച്ചു. നിന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നമുക്കിരുന്ന് സംസാരിക്കുക, ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്ന് അല്പം കൂടുതൽ കുശലം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യനാണ് നമ്മോടൊപ്പമുള്ളത്. ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മത്സരിക്കുന്നത് സംബന്ധിച്ച് അങ്ങയുടെ ഒരു നിലപാട് എന്താണ്? അല്ല, അതിപ്പോഴേ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കേണ്ട എന്ന് ഞാൻ സത്യത്തിൽ അങ്ങനൊരു എൻ്റെ ഭാഗത്ത് തോന്നില്ല. പക്ഷേ അങ്ങനെ തോന്നിക്കുന്ന തരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു സ്ലിപ്പ് ഓഫ് ദ ടങ്. എൻ്റെ അഭിപ്രായം രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കണോ വേണ്ട എന്നുള്ള കാര്യം പാർട്ടി തീരുമാനിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു പരാതിയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരികയും ചില ശബ്ദ സന്ദേശങ്ങളൊക്കെ പുറത്ത് വരികയൊക്കെ ചെയ്തില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മത്സരിക്കുന്നത് ശരിയാണോ? എന്താണ് അങ്ങയുടെ ഒരു നിലപാട്? അതിനെക്കുറിച്ച് പറയുന്നത് അത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അഭിപ്രായം പറയേണ്ടത് ഞാനല്ല. മനസ്സിലായില്ല. എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കരുത് എന്നൊരഭിപ്രായം എനിക്കില്ല. പക്ഷേ മത്സരിക്കണോ? അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുക. അവിടെ പാർട്ടി തിരിച്ചെടുത്താൽ മത്സരിക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. പാർട്ടി ആ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കുന്നോ അതിൻ്റെ കൂടെ അതിനോട് ഞാൻ ചോദിക്കും. മത്സരിക്കരുത് എന്ന് ഞാൻ എന്നുള്ളത് അങ്ങനെ ഞാൻ പറഞ്ഞതായിട്ട് എനിക്ക് പറഞ്ഞില്ല എൻ്റെ ഇതാണ്. ഇനി അഥവാ ആ അർത്ഥം വരുന്ന വാചകം വന്നെങ്കിൽ ദാറ്റ് ഈസ് എ സ്ലിപ്പ് ഓഫ് ദ ടങ്. എൻ്റെ അഭിപ്രായം അത് പാർട്ടി തീരുമാനിക്കട്ടെ. പാർട്ടി തീരുമാനത്തിൻ്റെ കൂടെ ഞാൻ നിൽക്കുമെന്നുള്ള. ചങ്ങനാശ്ശേരിയിൽ NSS ആസ്ഥാനത്ത് വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിലും അങ്ങയും തമ്മിൽ സംസാരിച്ചിരുന്നല്ലോ. എന്തെങ്കിലും ഒരു അതൃപ്തി ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങയോട് പ്രകടിപ്പിച്ചിട്ടുണ്ടോ? അതൃപ്തി അദ്ദേഹം പറഞ്ഞില്ല. നിങ്ങൾക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. അദ്ദേഹം സൗഹൃദമായി വന്ന് എന്നോട് സംസാരിച്ചു. നിന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നമുക്കിരുന്ന് സംസാരിക്കുക, ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്ന് അല്പം കൂടുതൽ കുശലം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അത് ചാനലുകാരെല്ലാം എടുക്കുന്നത് ഞാൻ കണ്ടു. അദ്ദേഹത്തോട് എന്നോട് അദ്ദേഹം ഒരു അതൃപ്തിയും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തോട് അതൃപ്തി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കരുത് എന്ന രീതിയിലുള്ള അഭിപ്രായമില്ലെന്ന് പറയുന്നു. പക്ഷെ അത്തരത്തിൽ വാർത്തകൾ വരുമ്പോൾ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൽ അക്കാര്യം പറഞ്ഞു അങ്ങയുടെ അടുത്ത്. അതിപ്പോൾ അതിനകം രാഹുൽ മാങ്കൂട്ടത്തിൽ അറിഞ്ഞു കാണണമെന്നില്ല. ഇന്നെങ്ങാണ്ടല്ലോ വന്നത്, ചിലപ്പം അറിഞ്ഞു കാണുമായിരിക്കും. പക്ഷേ ക്വസ്റ്റ്യന് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ചാനൽ കൊടുത്ത ദീർഘമായ ഇൻ്റർവ്യൂവിനകത്ത് 3/4 മണിക്കൂറുള്ള ഇൻ്റർവ്യൂവിൽ ഇടയ്ക്ക് കയറി വന്ന ഒരു ചോദ്യത്തിലാണ് അതിന് പ്രതികരിക്കുന്നിടത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കരുത് എന്നൊരു വാക്ക് എന്തായാലും ഞാൻ പറയില്ല. പക്ഷേ ആ അർത്ഥം വരുന്ന വാചകം ഉണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞല്ലോ, ദാറ്റ് ഈസ് എ സ്ലിപ്പ് ഓഫ് ദ ടങ്. അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. എൻ്റെ അഭിപ്രായം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. പാർട്ടി തീരുമാനിക്കുന്നതോടൊപ്പം ഞാൻ നിൽക്കും. ഇപ്പോൾ പാർട്ടിയുടെ ഒരു ഉന്നതതല യോഗമൊക്കെ നടക്കുമ്പോൾ അങ്ങയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കണമോ വേണ്ടോ, യെസ് ഓർ നോ എന്ന് ചോദിച്ചാൽ മുതിർന്ന നേതാവ് എന്നുള്ള രീതിയിൽ PJ കുര്യൻ്റെ മറുപടി എന്തായിരിക്കും? ചോദ്യം നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ അവകാശമുണ്ടോ? അത് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ചോദിക്കട്ടെ. നിങ്ങൾ ചോദിച്ചാൽ അതിന് മറുപടി പറയത്തില്ല. പലപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എതിർത്ത് പറയുന്നവർക്കെതിരെ സൈബർ അറ്റാക്ക് ഉണ്ടാകാറുണ്ട്. അങ്ങേക്ക് അങ്ങനെ ഒരു ഭയമുണ്ടോ ശരിക്കും മനസ്സിൽ? അല്ലാതെ ഒരു സൈബർ അറ്റാക്കും എനിക്ക് ഭയമില്ലല്ലോ. ഞാൻ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളില്ല എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിനെ ആക്രമിച്ചപ്പോൾ എനിക്കെതിരെ ഭയങ്കരമായ സൈബർ അറ്റാക്ക് വന്നല്ലോ. ഞാനൊന്നും പറയില്ല. ഞാൻ ഒരു മറുപടി പോലും പറഞ്ഞു. ഞാൻ മൈൻഡ് ചെയ്ത പോലുമില്ല. സൈബർ അറ്റാക്കിനെ ഞാൻ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അങ്ങനൊരു കാര്യമില്ല. ഞാൻ വായിക്കാറ് പോലുമില്ല. ഇതല്ല, എനിക്കെതിരെ എത്രയോ സൈബർ അറ്റാക്കുകൾ വന്നു. ഈ കഴിഞ്ഞ 5-6 വർഷമായി ഞാൻ പറഞ്ഞ പല അഭിപ്രായങ്ങൾക്കെതിരെയും സൈബർ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാനതിനെ ഒന്നും മൈൻഡ് ചെയ്തിട്ട് പോലുമില്ല. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു രീതിയിലും അവിടെ സീറ്റ് ലഭിക്കാനുള്ള സാധ്യതയില്ല പാലക്കാട്. അപ്പോൾ പിന്നെ അത് കോൺഗ്രസ് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. കോൺഗ്രസ് പാർട്ടിക്ക് വേണമെങ്കിൽ ഇദ്ദേഹത്തെ സസ്പെൻഷൻ മാറ്റി സീറ്റ് കൊടുക്കാൻ കഴിയും. അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. അതിനെക്കുറിച്ച് ഇവിടെ ഞാൻ അഭിപ്രായം പറയുന്നില്ല. എനിക്ക് ഒരു കാര്യം അറിയാം, അങ്ങനെ പാർട്ടി തീരുമാനിച്ചാൽ എനിക്കതിനെതിരൊന്നുമില്ല. അത് പാർട്ടിയുടെ അത്രേ ഉള്ളൂ. തീരുമാനിക്കാനൊന്നും ഞാൻ പറയുന്നില്ല. തീരുമാനിച്ചാൽ എനിക്കെതിരില്ല. ഏതായാലും കൊടുക്കണ്ട എന്നെനിക്കൊരു നിലപാട് ഇല്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല. അത് അങ്ങനെ പറഞ്ഞെങ്കിൽ അങ്ങനെ വന്നിട്ടുണ്ട് സ്ലിപ്പ് ഓഫ് ദ ടങ്. എൻ്റെ അഭിപ്രായം ഇതാണ്. കൊടുക്കണോ വേണ്ടത് പാർട്ടി തീരുമാനിക്കട്ടെ. കാര്യം ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ടല്ലോ ആലോചിക്കേണ്ടത്. പാർട്ടി തീരുമാനിക്കട്ടെ. പാർട്ടി തീരുമാനിച്ചാൽ തീരുമാനത്തിൻ്റെ കൂടെ ഞാൻ നിൽക്കും. കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയങ്ങളാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം. അതുകൊണ്ട് ഇനി കൂടുതൽ പറയാൻ പറ്റത്തില്ല. കോടതിയുടെ പരിഗണനയിൽ താൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് ഇനി എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റുകയില്ല. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് കോൺഗ്രസിൻ്റെ ഒരു സാധ്യത? എന്താണ്? നല്ല സാധ്യത. 100 സീറ്റിൽ കൂടുതൽ കിട്ടും. 100 സീറ്റിൽ കൂടുതൽ കിട്ടും.
രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് പി.ജെ. കുര്യന്റെ ഒരു പ്രതികരണം ഇതാണ്. കോൺഗ്രസ് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് കാര്യങ്ങളെല്ലാം. മറുത്ത് ഒരു അഭിപ്രായ പ്രകടനത്തിന് അദ്ദേഹം തയ്യാറാകുന്നുമില്ല. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.